അന്തരിച്ച നടൻ സലീം കുമാറിന്റെ നന്മയും കരുതലും അനുഭവിച്ച ആളാണ് അരിമ്പൂരിലെ യുവ സിനിമാ സംവിധായകൻ ജിൻഡോ തെക്കിനിയത്ത്. തൃശൂർ അരിയങ്ങാടിയിൽ ചുമട്ടുതൊഴിലാളിയായിരുന്ന ജിൻഡോയുടെ സിനിമാ മോഹങ്ങൾക്ക് പിന്തുണയുമായി പ്രതിഫലം വാങ്ങാതെ നായകവേഷം അഭിനയിച്ച ആളാണ് സലീം കുമാർ. സലീം കുമാർ എന്നത് ഒരു നടൻ എന്നതിനപ്പുറം ജിൻഡോയ്ക്ക് തന്റെ സിനിമാ മോഹങ്ങൾ സാക്ഷാത്കരിക്കാൻ എല്ലാ പ്രോത്സാഹനവും നൽകിയ ഗുരുതുല്യനായിരുന്നു. ഒരേ സമയം 3000 അഭിനേതാക്കളെ ഒരേ വേദിയിൽ അണിനിരത്തി 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള മൊറോക്കാസ എന്ന സിനിമാറ്റിക് നാടകം തിരക്കഥയെഴുതി സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജിൻഡോ. തൃശൂർ അരിയങ്ങാടിയിൽ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ലോറിയിൽ നിന്ന് ചുമടുകൾ ഇറക്കുമ്പോഴും ജിൻഡോയുടെ മനസ്സു നിറയെ കലയോടുള്ള അഭിനിവേശമായിരുന്നു. സിനിമയും സീരിയലുമായി 20 വർഷമായി ഈ മേഖലയിൽ സജീവമാണ്. ഉപജീവനത്തിനായി ചുമടെടുക്കുന്ന സമയത്താണ് സിനിമാ സംവിധായകന്റെ മേലങ്കി അണിയുന്നത്. തീരെ കുറഞ്ഞ ബജറ്റിൽ നിർമ്മിക്കുന്ന സിനിമയിൽ നായകവേഷം അഭിനയിക്കാൻ വേണ്ടി സലീം കുമാറിനെ ജിൻഡോ സമീപിച്ചിരുന്നു. ഒരു കൂട്ടം വായനക്കാരെ കാണിച്ചു തരൂ, എന്നാൽ ഒരു കൂട്ടം ചലിപ്പിക്കാവുന്ന ജനതയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നെപ്പോളിയന്റെ പ്രശസ്തമായ കോട്ടാണ്. ജോർജെ, തീന്റെ ചൂടുണ്ട് ആ എഴുത്തിന്. ഒരു നല്ല സംസ്കാരത്തിന് വിഭാവനം ചെയ്യാൻ വായന കൊണ്ട് പറ്റും. പ്രതിഫല കാര്യങ്ങളും മറ്റും ചോദിച്ചതിന്റെ കൂട്ടത്തിൽ ജിൻഡോയുടെ ജോലിയും മുൻകാല പ്രവൃത്തി പരിചയവും സലീം കുമാർ അന്വേഷിച്ചു. ജിൻഡോയുടെ പശ്ചാത്തലം കേട്ടറിഞ്ഞ സലീം കുമാർ തനിക്ക് 1 രൂപ പോലും പ്രതിഫലം വേണ്ടെന്നും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ എന്നും കൂടെ ഉണ്ടാവും എന്ന നിലപാടോടെ സിനിമയിൽ അഭിനയിച്ചു. പ്രധാന കഥാപാത്രം ചെയ്തത് സലീം കുമാർ സാറാണ്. ഇന്ന് സലീം കുമാർ സാർ ഈ ഭൂമിയിലില്ല എന്ന് പറയുമ്പോൾ വളരെയധികം വേദനയുണ്ട്. എൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് ഞാനുടെ അടുത്ത് ചെല്ലുന്നു. ഇതിലെ ഒരു രഘുനാഥൻ, റിട്ടയർഡ് അധ്യാപകനായ ഒരു രഘുനാഥന്റെ വേഷമാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് വയ്യാതിരിക്കുന്ന സമയമാണ്, അദ്ദേഹം ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് വലിയ സംവിധായകരുടെ സിനിമകൾ മാറ്റിവെച്ചേക്കാണ്, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, എൻ്റെ ശരീരം അതിനെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ നീ ഒരാൾ സിനിമയിലേക്ക് വരണമെങ്കിൽ അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവരൊക്കെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നീ ആ ചുമട്ടുതൊഴിലാളി മേഖലയിൽ നിന്ന് വന്നതാണ്, എനിക്കത് ഇഷ്ടമായി, ഞാനും ഇതേപോലെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ മേഖല എത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സിനിമയിലേക്ക് ആൾ വരുന്നത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ആ സിനിമ പുറത്തിറങ്ങിയില്ല. സലീം കുമാറിന്റെ വിയോഗമറിഞ്ഞ ജിൻഡോ ആദരസൂചകമായി തന്റെ സിനിമ ആ മുഖങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ.